നമസ്കാരം. ഇന്ന് ഒട്ടുമിക്ക മാധ്യമങ്ങളിലും വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദ് ചെയ്യണമെന്ന് BJP ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദ് ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമി ദില്ലി ഹൈക്കോടതിയെ സമീപിച്ച വാർത്തയാണ് ഇപ്പോൾ വലിയ രീതിയിൽ വാർത്തയായതും അതോടൊപ്പം തന്നെ ചർച്ചയായിരിക്കുന്നത്. അതായത് 21 വർഷങ്ങൾക്ക് മുൻപ് 2003 ബൈക്കോപ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി UK-യിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നും പറയുന്ന സുബ്രഹ്മണ്യം സ്വാമി. രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്ന് കോടതിയെ അറിയിച്ചിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 9ാം അനുച്ഛേദത്തിൻ്റെയും 1955 ഇന്ത്യൻ പൗരത്വ നിയമത്തിൻ്റെയും ലംഘനമാണ് ഇതെന്നാണ് സ്വാമിയുടെ കണ്ടെത്തൽ. ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് 2019 സുബ്രഹ്മണ്യം സ്വാമി ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു കത്ത് എഴുതിയിരുന്നു. അന്നും ഈ രാജ്യം ഭരിച്ചിരുന്നത് BJPയുടെ സർക്കാർ തന്നെയായിരുന്നു. എന്നാൽ 5 വർഷം കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലുള്ള ഒരു തീരുമാനം അത് ആഭ്യന്തര മന്ത്രാലയത്തിന് കൃത്യമായിട്ടൊരു വ്യക്തത വന്നിട്ടില്ല എന്നാണ് BJP നേതാവ് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ആഭ്യന്തരം ഭരിക്കുന്നത് അമിത്ഷായാണ്. അതുകൊണ്ടാണ് പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് തന്നെ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വാമി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതാണ് സുബ്രഹ്മണ്യ സ്വാമി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് തൻ്റെ സർക്കാരിൽ പോലും വിശ്വാസമില്ലാത്തത് കൊണ്ട് സ്വാമി കോടതിയിൽ പോയിരിക്കുന്നുവെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈബർ സംഘികളും അതോടൊപ്പം തന്നെ BJP നേതാക്കളും ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം തള്ളിമറിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പൗരത്വം നഷ്ടപ്പെടുമെന്നും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ബ്രിട്ടീഷുകാരനാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നാൽ BJPയുടെ ഏറ്റവും വലിയ വൃത്തികെട്ട രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പകപോക്കലിൻ്റെ ഏറ്റവും അവസാനത്തെ ആയുധമാണ് അവർ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു സത്യവും ഇല്ല എന്നുള്ളത് സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളെല്ലാം മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടാണ്, അതായത് പഴയ ആ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ടുള്ള BJPയുടെ ഈ കച്ചവടം ഇപ്പോൾ നടക്കുന്നത്. അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ വാർത്തകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 2015 ഡിസംബർ 1 എല്ലാ പത്രങ്ങളിലും വന്ന വാർത്തയാണ്. അതായത് 2015 നവംബർ 30 UK-യിലെ കമ്പനി നിയമഅധികാരികൾക്ക് മുമ്പാകെ സ്വയം ബ്രിട്ടീഷ് പൗരനാണെന്ന് പ്രഖ്യാപിച്ചതിന് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അഭിഭാഷകൻ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി അത് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു എന്നാണ് ഈ വാർത്തയുടെ എല്ലാം തന്നെ തലക്കെട്ട്. ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നോക്കുക, രാഹുൽ ഗാന്ധി തനിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ബ്രിട്ടനിൽ ബോധിപ്പിച്ചുവെന്ന ആരോപണത്തിൽ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയാണ് സുപ്രീം കോടതി 2015 തന്നെ തള്ളിക്കളഞ്ഞത്. ഹർജിക്ക് ആധാരമായിട്ട് സമർപ്പിച്ച രേഖകളുടെ ആധികാരികത അത് ചോദ്യം ചെയ്ത് അന്നത്തെ ചീഫ് ജസ്റ്റിസ് HL ദത്തുവിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഈ ഹർജി വെറും ബാലിശമാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞത്. അത് മാത്രമല്ല, രാഹുലിനെതിരെയുള്ള രേഖകൾ സംഘടിപ്പിച്ച രീതിയും അത് തീർച്ചയായിട്ടും സുപ്രീം കോടതി അതിനിശ്ചിതമായിട്ട് തന്നെ വിമർശിക്കുകയുണ്ടായി. പൊതു താൽപര്യ ഹർജികൾ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ സ്ഥാപനത്തെയോ ലക്ഷ്യം വയ്ക്കാനല്ലെന്നും അത് സദ്ഭരണത്തിലൂടെ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ പരിഹരിക്കാനുള്ള ഒരു മാധ്യമമാണെന്നും അല്ലെങ്കിൽ ഒരു മീഡിയമാണെന്നും അന്നത്തെ ചീഫ് ജസ്റ്റിസ് HL ദത്തു, അതുപോലെ ജസ്റ്റിസ് ഇപ്പോൾ വിരമിച്ച അമിതാഭ റോയ് എന്നിവരടങ്ങിയ ബെഞ്ച് അഭിഭാഷകനായിട്ടുള്ള മനോഹർ ലാൽ ശർമ്മയെ, അന്നത്തെ അഭിഭാഷകനെ ശകാരിക്കുകയുണ്ടായി. അതായത് തലയും വാലും ഇല്ലാത്ത ഇത്തരം അന്വേഷണങ്ങൾ നമുക്ക് തുടങ്ങാൻ പോലും കഴിയുമോ എന്നാണ് ഇതിനെ സുപ്രീം കോടതി ബെഞ്ച് പരിഹസിച്ചു വിട്ടത്. അന്നും ഈ BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി ഉന്നയിച്ച അതേ ആരോപണമാണ് സുപ്രീം കോടതി അഭിഭാഷകൻ മനോഹർ ലാൽ ശർമ്മ അവിടെ ഹാജരാക്കിയത്. ഈ ഹർജി അടിയന്തരമായിട്ട് പരിഗണിക്കണമെന്ന ഈ ആവശ്യം സുപ്രീം കോടതി ആദ്യമേ തന്നെ തള്ളിക്കളഞ്ഞു. പിന്നീട് ഇതും തള്ളി. തനിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ബ്രിട്ടീഷ് അധികൃതർക്ക് മുമ്പാകെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അതിനാൽ തന്നെ രാഹുലിനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ CBIക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ഇതേ സ്വാമിയുടെ വാലം പിടിച്ചുകൊണ്ട് ശർമ്മ 2015 വാദിച്ചത്. അന്ന് CBIക്ക് നിർദ്ദേശം നൽകണമെന്നും ഇന്നാകട്ടെ അത് ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകണമെന്നുമാണ് 2 തരം ഹർജികൾ വന്നിരിക്കുന്നത്. വഞ്ചനയ്ക്കും അതോടൊപ്പം തന്നെ വ്യാജരേഖ ചമച്ചതിനും
ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ശർമ്മ അന്ന് സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ട് താൻ രാഷ്ട്രപതിക്കും അതോടൊപ്പം തന്നെ CBIക്കും നിവേദനം നൽകിയിട്ടുണ്ട് എന്നും ശർമ്മയുടെ ഹർജിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ സുപ്രീം കോടതിയാകട്ടെ ഇതെല്ലാം തന്നെ തള്ളിക്കളഞ്ഞു. 2003 ബാക്കോപ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ബ്രിട്ടനിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാപനം തുടങ്ങിയിരുന്നുവെന്നും ഈ കമ്പനിയുടെ വാർഷിക റിട്ടേൺ സമർപ്പിച്ചപ്പോൾ ബ്രിട്ടനിലെ വിലാസം നൽകി താൻ ബ്രിട്ടീഷ് പൗരനാണെന്ന് പ്രഖ്യാപിച്ചുവെന്നും സ്വാമി അന്നും ആരോപിച്ചിരുന്നു. ഈ കമ്പനിയുടെ മൊത്തം ഓഹരികളിൽ 65% രാഹുൽ ഗാന്ധിയുടെ പേരിലായിരുന്നുവെന്നും സ്വാമി പറഞ്ഞിരുന്നു. തുടർന്ന് 2006 സമർപ്പിച്ച റിട്ടേണിലും രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ട് എന്ന കാര്യം കമ്പനി ആവർത്തിച്ചുവെന്നും സ്വാമി പറയുന്നു. 2003 മുതൽ 2009 വരെ ബ്രിട്ടീഷ് പൗരനാണെന്ന് രാഹുൽ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നും ഇത് രാഹുൽ വഹിക്കുന്ന ഭരണഘടനാ പദവിക്ക് വിരുദ്ധമാണെന്നും ഇന്ത്യയിലെ നിയമത്തിന്റെ ലംഘനവുമാണെന്നിരിക്കെ സ്വാമി പറഞ്ഞത് പ്രകാരം രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ MP സ്ഥാനം റദ്ദ് ചെയ്യണം എന്ന കാര്യം പരിശോധിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തണമെന്നും അത് ലോക്സഭാ സ്പീക്കറായിരുന്ന അന്നത്തെ സുമിത മഹാജനോടും സ്വാമി ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് സ്വാമി പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ 10 വർഷം മുൻപ് BJP മോദി സർക്കാർ തുടങ്ങുന്ന സമയത്ത് തന്നെ സ്വാമി ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ പരിഹസിച്ച് തള്ളുകയാണ് BJP സർക്കാർ തന്നെ ചെയ്തത്. എന്നാൽ രാഹുൽ ഗാന്ധിയും ഇതേ രീതിയിൽ തന്നെ അതിനെ കണ്ടു. ഈ കാര്യങ്ങളെല്ലാം പരിഹസിച്ച് തള്ളിയ രാഹുൽ ഗാന്ധി ആകട്ടെ തനിക്കെതിരെ ഏത് തരത്തിലുള്ള അന്വേഷണം നടത്താനും തയ്യാറാണെന്നും താൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തന്നെ ജയിലിലിടാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുകയാണ് അന്ന് രാഹുൽ ഗാന്ധി ചെയ്തത്. അന്ന് സുപ്രീം കോടതിയിൽ ഈ ആരോപണങ്ങൾ തള്ളിയതോടെ തോറ്റു തൊപ്പിയിട്ട കണ്ടം വഴി ഓടുകയാണ് സ്വാമിയും ശർമ്മയും ഒക്കെ ചെയ്തത്. എന്നാൽ ഇന്ന് വീണ്ടും ആളാവാൻ വേണ്ടി പ്രത്യേകിച്ച് വേറെ ഒരു പണിയുമില്ലാത്തത് കൊണ്ടും അത് മാത്രമല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായത് കണ്ട് സഹിക്കാത്തത് കൊണ്ടും എല്ലാത്തിനും അപ്പുറം രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ എങ്ങനെയെങ്കിലും പിടിച്ച് പൂട്ടിക്കെട്ടാൻ ഏതൊക്കെ വഴികൾ പറ്റുമോ എന്ന് പയറ്റിയിട്ടും അതിന് പറ്റാത്തത് കൊണ്ടും ഇല്ലാത്തത് കൊണ്ടും പുതിയ ഉമ്മാക്കികളുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്നാൽ ഇതിനുള്ള മറുപടി 10 വർഷങ്ങൾക്ക് മുൻപ് തന്നെ രാഹുൽ ഗാന്ധി നൽകിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ഇതിൽ പറയാനുണ്ടാകില്ല. എന്നാൽ ഇന്ന് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് വേണ്ടിയിട്ട് രാജ്യത്തെ ജനങ്ങൾ തന്നെ പറയുകയാണ് നരേന്ദ്രമോദിക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ പിടിച്ച് പുറത്താക്കാനുള്ള ധൈര്യം കാണിക്കണമെന്ന്. കാരണം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് അല്ലാതിരുന്ന 2015 ആ ഒരു നല്ല കാലം അന്ന് അതിന് സാധിച്ചിട്ടില്ല. പിന്നെയല്ലേ ഇപ്പോൾ ഈ തൂങ്ങിയാടുന്ന ഭരണത്തിൽ 2024 ഈ പടിയിറങ്ങാൻ നേരത്ത് ഏതായാലും രാഹുൽ ഗാന്ധിയെ താഴെ ഇറക്കാനുള്ള അവസാനത്തെ ആയുധവും ഇപ്പോൾ പൊളിഞ്ഞതായിട്ട് ഇതിലൂടെ ഈ വാർത്തകളിലൂടെ തന്നെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.